ഹായ് ഹലോ നമസ്കാരം. നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ സാധാരണയായി പറയാറുണ്ട് ആവശ്യകതയാണ് സൃഷ്ടിയുടെ മാതാവെന്ന്. അങ്ങനെ തൻ്റേതായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു ഉൽപ്പന്നം പിന്നീട് അതിനെ ഒരു ചെറിയ സംരംഭമാക്കി മാറ്റുകയും അതിനെ വളർത്തിക്കൊണ്ടുവന്ന് ഇന്ന് വളരെ നല്ല രീതിയിൽ പോപ്പുലറായി നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്യത്യസ്തമായ ആശയമാണ് ഒരു സംരംഭത്തെ കൂടുതൽ വിജയിപ്പിക്കുക എന്ന്. അങ്ങനെ വ്യത്യസ്തമായ ഒരു ആശയം കണ്ടെത്തിയ ഒരു വ്യക്തി. ഓരോ വ്യക്തികളുടെയും ജീവിതകഥ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊക്കെ വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള സ്റ്റോറീസ് ആയതുകൊണ്ടാണ്. ഇങ്ങനെ വിജയിച്ച വ്യക്തികളൊന്നും ആരെയും കോപ്പി ചെയ്തിട്ട് വിജയിച്ചവരല്ല, സ്വന്തമായ ആശയങ്ങൾ കണ്ടെത്തി വിജയത്തിലേക്ക് എത്തിയവരാണ്. സ്വന്തം വീടിൻ്റെ അടുക്കളയിൽ നിന്ന് തന്നെ ഒരു ഉൽപ്പന്നം, അതിൽ തന്നെ ബേക്കിംഗ് എന്നൊരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് കേക്ക് ബേക്കിങ്ങിനെ കുറിച്ചായിരിക്കും അല്ലേ? നമുക്കറിയാം, കൊറോണ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തുടങ്ങിയിട്ടുള്ളൊരു സംരംഭമാണ് ഹോം മെയ്ഡ് കേക്ക്സിൻ്റെ സംരംഭം. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കോവിഡൊക്കെ വരുന്നതിനും വളരെ കാലം മുമ്പേ ജീവിതത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ബേക്കിങ്ങിൻ്റെ മറ്റൊരു തലം കണ്ടുപിടിച്ച ഒരു വ്യക്തി. പറഞ്ഞു വരുന്നത് പാലക്കാട്ടെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നുള്ള മഞ്ജുള ചേച്ചിയെക്കുറിച്ചാണ്. മഞ്ജുള പ്രകാശ്. ചേച്ചിയുടെ സംരംഭത്തിൻ്റെ പേര് സ്മോർ കുക്കീസ് എന്നാണ്. ഈ സംരംഭത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. മഞ്ജുള ചേച്ചിയുടെ അച്ഛൻ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് മൈദ, ഷുഗർ അതുപോലുള്ള ഭക്ഷണ സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കി തുടങ്ങിയതാണ് കുക്കീസ് ഐറ്റംസ്. മൈദയും ഷുഗറും ഒന്നുമില്ലാതെ വീട്ടിലുണ്ടാക്കുന്ന കുക്കീസ്. അതായിരുന്നു തുടക്കം. അന്നൊന്നും ഇതൊരു സംരംഭമായി തുടങ്ങണമെന്ന് ചേച്ചി മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം അച്ഛൻ്റെ മരണം സംഭവിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ചേച്ചിക്കും ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഇന്ന് ചേച്ചി ഒരു ക്യാൻസർ സർവൈവറാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു വന്നപ്പോഴാണ് നമ്മളെപ്പോലെ തന്നെ ചുറ്റും ഒരുപാട് പേരുണ്ടാവുമല്ലോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർ. അപ്പോൾ അവർക്കും കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിൽ മൈദയും ഷുഗറും ഒന്നും ഇല്ലാത്ത തരത്തിൽ കുക്കീസ് ഉണ്ടാക്കി അവർക്ക് സെല്ല് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു. സാധാരണഗതിയിൽ കുക്കീസ് ഉണ്ടാക്കി വിൽക്കുകയായിരുന്നില്ല. ഈ ഓരോ ഐറ്റംസ് ചേച്ചി ഉണ്ടാക്കുമ്പോൾ അതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള റിസർച്ച് നടത്തി ഹെൽത്തി ആയിട്ടുള്ള കുക്കീസ് എങ്ങനെ ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസിനുള്ളത്, ക്യാൻസർ പേഷ്യൻസിനുള്ളത്, കുട്ടികൾക്കുള്ളത് പ്രത്യേകം, അങ്ങനെ ഓരോ ദിവസവും പല പല റിസർച്ചുകളിലൂടെയാണ് ചേച്ചിയുടെ ഓരോ കുക്കീസും പുറത്തേക്ക് വരുന്നത്. ഇന്ന് ഓൺലൈൻ രംഗത്ത് വളരെയധികം അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് മഞ്ജുള ചേച്ചിയുടെ സ്മോർ കുക്കീസ്. ചേച്ചിയുടെ കുക്കീസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ഹെൽത്തി ഐറ്റംസ് എന്ന് പറയുമ്പോഴേക്കും ഓട്സ്, മില്ലറ്റ്സ്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ആൽമണ്ട്സും ബെറീസൊക്കെ വെച്ചിട്ടാണ് ചേച്ചി ഹെൽത്തി കുക്കീസ് ഉണ്ടാക്കുന്നത്. അത് ഓരോരുത്തർക്കും പ്രത്യേകമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടും ചേച്ചി ചെയ്തു കൊടുക്കാറുണ്ട്. ഇന്ന് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പല മേഖലയിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ മഞ്ജുള ചേച്ചിയുടെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. ചേച്ചിയുടെ ഓരോ പ്രോഡക്റ്റും വളരെ വ്യത്യസ്തതയോടുകൂടിയാണ് ചേച്ചി ഉണ്ടാക്കാറുള്ളത്. മാത്രമല്ല വളരെ ഹെൽത്തി ആയിട്ടും ഫ്രഷ് ആയിട്ടും കസ്റ്റമേഴ്സിൽ അത് എത്തിക്കാനും ശ്രമിക്കുന്നു. ചേച്ചിയുടെ പാക്കിങ്ങിൽ പോലും വ്യത്യസ്തതയുണ്ട്. ഓൺലൈൻ രംഗത്ത് പാക്കിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ പാക്കിങ്ങിൽ പോലും വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ചേച്ചി ശ്രദ്ധിക്കാറുണ്ട്. ഒരു സംരംഭം ജനശ്രദ്ധ പിടിച്ചു പറ്റണമെങ്കിൽ അതിന് ഒരുപാട് നല്ല നല്ല ഘടകങ്ങൾ വേണം. പ്രധാനമായിട്ടും നമ്മുടെ പ്രോഡക്റ്റ് നല്ല രീതിയിൽ ഗുണമേന്മയുള്ളതായിരിക്കണം. അതേപോലെ നമ്മൾ ആ ഒരു ബിസിനസ്സിലേക്ക് കൊടുക്കുന്ന ഡെഡിക്കേഷൻ അത്ര വലുതായിരിക്കണം. കസ്റ്റമർ ഡീലിങ്സ് അത്രത്തോളം നല്ലതായിരിക്കണം. ആശയം വളരെ വ്യത്യസ്തമായിരിക്കണം. ഇതെല്ലാം ഒത്തുചേർന്നതാണ് മഞ്ജുള ചേച്ചിയുടെ സ്മോർ കുക്കീസ്. ഇത്തരത്തിലുള്ള ഓരോ വ്യക്തികളുടെയും കഥകൾ നമ്മൾ പറയുന്നത് പുതിയതായിട്ട് സംരംഭകത്വത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ സംരംഭങ്ങൾ വിജയിപ്പിക്കാനുള്ള ഒരു വഴി കണ്ടെത്താൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഈ കഥകളൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതൊന്നും അല്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു സ്ത്രീ സംരംഭക ആയതുകൊണ്ടും നമ്മൾ ഈ ഓൺലൈൻ വഴി നിൽക്കുന്നത് കൊണ്ടും കുറേ സ്ത്രീ സംരംഭകരെ നമുക്ക് അടുത്തറിയാവുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങൾ, അനുഭവ കഥകൾ തന്നെയാണ് നിങ്ങളിലേക്കും ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ വിജയിച്ച സംരംഭകരിൽ നിന്നും എനിക്കും ഒരുപാട് ഇൻസ്പിറേഷൻസ് കിട്ടിയിട്ടുണ്ട്. പുതിയതായി ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ എന്ത് തുടങ്ങണം, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചാനലിലൂടെ പല പല പുതിയ ആശയങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ആവശ്യമാണ് അത് ഏത് രീതിയിൽ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുക, നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തുക, അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഫോമിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്.
ഡെഡിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഒരു കഥയിലൂടെയാണെങ്കിലും ഒരാശയം നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. ഇത് നിങ്ങളുടേതായ രീതിയിൽ കുറച്ച് ക്രിയേറ്റീവായിട്ട് മാറ്റിയെടുത്ത് സ്വന്തമായി ഒരു സംരംഭം നിങ്ങൾക്കും തുടങ്ങാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ ഇനിയും വരുന്ന വീഡിയോസും മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വ്യത്യസ്തമായ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.